എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസ്റ്റാറിലേക്ക് സ്വാഗതം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026. ആദ്യം തന്നെ നൈറ്റ് ഓഫ് ഫെദേഴ്സ്, 9 of feathers, Ace of crystals, star energy, magician energy. 8 of crystals. ഫസ്റ്റ് ഓഫ് ഓൾ നൈറ്റ് ഓഫ് ഫെദേഴ്സ് എനർജി, മജീഷ്യൻ എനർജി സിറ്റുവേഷൻ ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങളുടെ പവർ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം നിങ്ങളെ വിട്ടകലുന്നു. കാരണം അകാരണമായിട്ടുള്ളൊരു ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നിരിക്കാം. ആ ഒരു ഉള്ളിൽ നിങ്ങളെ പിടിച്ചു വെച്ചിരുന്ന ആ ഒരു ഭയം, യു ഷെഡ് ഫിയേഴ്സ്, അത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ പേഴ്സണൽ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഐഡിയാസ് റിയാലിറ്റി ആക്കി മാറ്റാൻ പറ്റിയൊരു സമയമാണ്. മജീഷ്യൻ എനർജിയാണ്, അതായത് മാനിഫെസ്റ്റേഷനാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ മുമ്പിലുള്ള അഖണ്ഡമായിട്ടുള്ള പോസിബിലിറ്റീസ്, സാധ്യതകൾ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. നിങ്ങൾ തിരിച്ചറിഞ്ഞ, അതായത് സാധ്യതകൾ അല്ലെങ്കിൽ അവസരങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്ന്, നിങ്ങൾ പൂജ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ്. പക്ഷേ ആ പൂജ്യത്തിൽ നിന്ന് തുടങ്ങി വലിയ ഉയരത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളത്, അതിൻ്റെ ആ ഒരു എല്ലാം നിങ്ങളുടെ കൈകളിലാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയമാണ്. പലരും ഇത് കേൾക്കുന്ന സിറ്റുവേഷൻ, നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യമാണെങ്കിൽ കൂടെ ആളുകൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഓക്കെ, നല്ല കാര്യങ്ങൾ വരും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൈകെട്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നും വരില്ല. അതിന് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ളത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രൊഡക്റ്റീവ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റീവ് ആകണം. നിങ്ങൾ പ്രൊഡക്റ്റീവ് ആയാൽ, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്താൽ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് സ്റ്റെപ്പിലേക്കുള്ള വഴി എന്താണ്, എങ്ങനെയാണ് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് എത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു സെക്കൻഡ് സ്റ്റെപ്പിൽ എത്തുമ്പോഴായിരിക്കും അടുത്ത സ്റ്റെപ്പ്, അതായത് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ തന്നെ 10ാമത്തെ സ്റ്റെപ്പിൽ എങ്ങനെയാണെന്ന് ചിന്തിക്കാനോ അതെനിക്ക് കാണാൻ പറ്റുന്നില്ല, ക്ലാരിറ്റി ഇല്ല എന്ന് ചിന്തിക്കാതിരിക്കാം. ആദ്യം നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പിലേക്കുള്ള അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആകും. അത് കഴിഞ്ഞിട്ട് തേർഡ് സ്റ്റെപ്പിലേക്ക് ക്ലാരിറ്റി വരുന്നു. ഓരോ സ്റ്റെപ്പിൽ എത്തുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലേക്കുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡിവൈൻ ഫോഴ്സ്, ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ മുന്നിലുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ, മുന്നോട്ടേക്ക് നയിക്കാൻ. സോ അത് കാര്യങ്ങളും നടക്കും എന്നുള്ളൊരു വിശ്വാസം, യു ക്യാൻ മേക്ക് തിങ്സ് ഹാപ്പൻ, അത് നടത്തിക്കേണ്ടത് നിങ്ങളാണ് എന്നുള്ളത് കൂടി അതായത് നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് സൃഷ്ടിക്കാൻ ഉള്ള കഴിവ് നിങ്ങൾക്കുണ്ടത്, നിങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഉൾഭയം മാറ്റി വെച്ചിട്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നൈറ്റ് ഓഫ് ഫെദേഴ്സ് എനർജി കണക്ഷൻസ് ആണ് അതുപോലെ. അപ്പോൾ നൈറ്റ് ഓഫ് ഫെദേഴ്സ് എനർജി സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ഒരു എനർജി കൊയോട്ട എനർജിയാണ്, നൈറ്റ് ഓഫ് ഫെദേഴ്സ് എനർജി. അതായത് വളരെ ഇൻറ്റൻസ് ഒബ്സർവറാണ്. എല്ലാം എന്താണ് നടക്കുന്നത്, എന്തിനാണ് നടക്കുന്നതെന്ന് ചിന്തിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ എല്ലാം ചൂഞ്ഞു തോഞ്ഞു നോക്കുന്നതുകൊണ്ട് ആർക്കും നിങ്ങളിൽ നിന്നും ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നന്നായിട്ട് എല്ലാം ശ്രദ്ധിച്ചു നോക്കുന്നത് കൊണ്ട് തന്നെ അബദ്ധങ്ങൾ പറ്റാൻ സാധ്യത വളരെ കുറവാണ്. കാരണം പല ആളുകളും നിങ്ങളോട് പറയാതെ ചില കാര്യങ്ങൾ വിട്ടുവെക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ വീട് വാങ്ങിക്കാനോ സ്ഥലം വാങ്ങിക്കാനോ ഒക്കെ ശ്രമിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് വീട് വേണം, സ്ഥലം വാങ്ങിക്കണം, ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും പുതിയ ജോലിയിലേക്ക് അങ്ങനെയൊക്കെ ശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ ആളുകൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളെല്ലാം നോക്കിയും കണ്ടും ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഇതെന്തുകൊണ്ടാണ്, അപ്പോൾ അവർക്കത് തുറന്നു പറയേണ്ടി വരുന്ന സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ ആർക്കും പറ്റില്ല. അങ്ങനെ ഒരു സമയമാണ് ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും റോഡ് ബ്ലോക്സ് ഉണ്ടെങ്കിൽ അതിനടുത്തേക്ക് എത്തുമ്പോൾ അതെങ്ങനെയാണ് അത് തിരുത്തേണ്ടത്, മാറ്റേണ്ടത് എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോൾ, ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ആ സ്റ്റെപ്പിനടുത്ത് എത്തുമ്പോൾ എന്താണ് പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ളത് എന്ന് ആദ്യമേ നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു ചലഞ്ച് വന്നാൽ അതിനെ അതിജീവിക്കാനുള്ള പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.
അതുകൊണ്ട് തന്നെ കരിയറിലും ഫിനാൻസ് സംബന്ധമായിട്ടൊക്കെ ഒത്തിരി ഉയർച്ച ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട്. 9 ഓഫ് ക്രിസ്റ്റൽസ് ആൻഡ് സ്റ്റാർ എനർജിയാണ്. അപ്പോൾ 9 ഓഫ് ഫെദേഴ്സ് ആൻഡ് സ്റ്റാർ എനർജിയാണ്. സോ 9 ഓഫ് ഫെദേഴ്സ് പോക്കിപ്പൈൻ എനർജിയാണ്, പ്രൊട്ടക്ഷനാണ്. ഇത് സൂചിപ്പിക്കുന്ന ഡിവൈൻ പ്രൊട്ടക്ഷനാണ്. കാരണം ഇവിടെ നേരത്തെ പറഞ്ഞു ആളുകൾ, അതായത് നിങ്ങൾക്ക് പറ്റിക്കപ്പെടാൻ സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞു. അത് നിങ്ങളായിട്ട് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 9 ഓഫ് ഫെദേഴ്സ് പോക്കിപ്പൈൻ എനർജി ആൻഡ് സ്റ്റാർ എനർജി രണ്ടും പ്രൊട്ടക്ഷനാണ്. അതായത് ദൈവികമായിട്ടുള്ള ഒരു സാന്നിധ്യം നിങ്ങളുടെ ചുറ്റുമുണ്ട്, ഡിവൈൻ പ്രൊട്ടക്ഷൻ കൂടിയുണ്ട്. കാരണം ഈ ഒരു മാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ചിലപ്പോൾ കേൾക്കുന്നുണ്ട്, ആ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടാകേണ്ടതാണ്, പക്ഷേ ഒരു കാരണവശാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയില്ല. പക്ഷേ ആ സിറ്റുവേഷനിൽ അവിടെ എന്തോ സംഭവിച്ചു, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അപകടം പറ്റുമായിരുന്നു, അല്ലെങ്കിൽ തലനാഴിലേക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന പോലെ ഒരിടത്ത് നിങ്ങൾ കുറച്ച് കൂടി അങ്ങോട്ടേക്ക് നീങ്ങി നിന്നിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് കേൾക്കാനും ആ ഒരു ദൈവികമായിട്ടുള്ളൊരു സാന്നിധ്യം ഫീൽ ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഒരു സെൽഫ് എംപവർമെൻ്റ് ഒരു സമയമാണ്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കും. നേരത്തെ നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രയോറിറ്റീസ് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പോൾ എന്താണ്, ഏതാണ്, എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഗുരു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വഴികാട്ടി എന്നുള്ള രീതിയിൽ സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും ഒക്കെ പറ്റുന്നൊരു സമയം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റിയാലിറ്റി, ലൈഫിൻ്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അഥവാ ഉണ്ടാവുകയാണെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു ദൈവവിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ പ്രസൻസ്, സ്പിരിച്വാലിറ്റി ഒക്കെ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതായത് റേവൻ ബേർഡാണ്, അതേപോലെ സ്റ്റാർ എനർജി, 9 ഓഫ് ഫെദേഴ്സ് പോക്കിപ്പൈൻ എനർജി, ഇതൊക്കെ പ്രൊട്ടക്ഷനാണ്. ഈ ഒരു അതേപോലെ ഏസ് ഓഫ് ക്രിസ്റ്റൽസ് എനർജി മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ ഇതൊക്കെ കൂടി നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് സത്യസന്ധമായിട്ടുള്ള ഫലം, നിങ്ങൾ വ്യക്തമായിട്ടുള്ള നല്ലൊരു പ്രവൃത്തി തന്നെയാണ്, നല്ല കർമ്മമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഫലം ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നു. കാരണം ദൈവികമായിട്ടുള്ള ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതായത് പീസ് ഓഫ് മൈൻഡും ഫീൽ ചെയ്യാൻ പറ്റുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പിരിച്വൽ ഹീലിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അതേപോലെ തന്നെ സ്റ്റാർ എനർജി, അതായത് സ്വാനാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിനെ അതിജീവിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഫൈനലി ഹീലിങ്ങിലേക്ക് വരുന്നൊരു സമയമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. 9 ഓഫ് ഫെദേഴ്സ് ആൻഡ് 8 ഓഫ് ക്രിസ്റ്റൽസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ പല കാര്യങ്ങളിലും നിങ്ങൾ മുന്നേറുന്നൊരു സമയം. അതേപോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ബഫല്ലോ എനർജിയാണ്. അതായത് ആ ഒരു വളരെയധികം ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ ഷോർട്ട് കട്ട്സ് ഒന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറുക്കു വഴികൾ, ഇല്ലീഗലായിട്ടുള്ളത്, ഇമ്മോറലായിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല. വളരെ വിജിലൻ്റായിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങൾ പോകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ 50% നിങ്ങൾ ഇടുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ 50%ഉം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പൂർണ്ണമായിട്ട് 100% സക്സസ് ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ല സാധ്യതയാണ്. ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സ്പിരിച്വലായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ജോലി ചെയ്യുന്നത്, ചിലപ്പോൾ അസ്ട്രോളജി, ടാരോ റീഡിങ് അങ്ങനെയുള്ള അത് ചെയ്യുന്ന എല്ലാവരും സ്പിരിച്വൽ ആണെന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, സ്പിരിച്വൽ റിലീജിയസ്, അതുപോലെ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ ഒക്കെ ചെയ്യുന്ന ജോലികൾ ചെയ്യുന്നവരും, ഇങ്ങനെയുള്ള ജോലികളിൽ, പിന്നെ ക്രിയേറ്റീവ് ജോലികൾ ചെയ്യുന്നവരും. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ജോലി ക്രിയേറ്റീവ് ആവാൻ ശ്രമിക്കുന്നവരുമാകാം. എന്തായാലും അങ്ങനെയുള്ള ജോലികളൊക്കെ സാധ്യതയേറി നിൽക്കുന്ന സമയമാണ്. ഏസ് ഓഫ് ക്രിസ്റ്റൽസ് ആൻഡ് മെജീഷ്യൻ എനർജി, സ്ട്രോങ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ വിചാരിച്ചോ നടക്കാത്ത ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. അത് നമുക്ക് വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് റിയാലിറ്റി ആക്കാൻ ശ്രമിക്കുക. ബിസിനസ് ഐഡിയാസ്, ജോലി സംബന്ധമായിട്ട് പുതിയ ജോലിക്ക് ശ്രമിക്കണമെങ്കിൽ ശ്രമിക്കാൻ പറ്റിയ സമയമാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കാൻ പറ്റിയ സമയമാണ്. അതേപോലെ സർക്കാർ ജോലികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ടെമ്പററി പോസ്റ്റിൽ നിന്ന് പെർമനൻറ്റ് ഇതിലേക്ക് പോകാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രമിക്കേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രമിച്ചാൽ സാധ്യതകൾ ഏറി നിൽക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഈവൻ നിങ്ങളിപ്പോൾ ജോലി ചെയ്തിട്ട് ഒത്തിരി നാളായി എന്ന് പറയുന്ന ഒരു 10 വർഷമായിട്ട് ജോലി ചെയ്യാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ഇനി ജോലിയിലേക്ക് പോകുന്നവർക്ക്
അങ്ങനെ കുറച്ചധികം നാളായിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് ആയിട്ടിരിക്കുന്ന ആളുകളാവും ഒക്കെ അതിന് പറ്റിയ സമയമാണ്. അപ്പോൾ ഈ ഒരു മാസം എത്രയും പോസിറ്റീവായിരിക്കാൻ പറ്റുമോ അത്രയും പോസിറ്റീവായിരിക്കാം. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുന്നുണ്ട്. നെഗറ്റിവിറ്റി മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.